എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. വീണ്ടും നമുക്ക് കുറച്ച് തിരക്കുകൾ കാരണം വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഇടുന്നത്. അപ്പോൾ അതിന് നമുക്ക് തിരക്ക് കാരണം കൊണ്ട് തന്നെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനും അതുപോലെ തന്നെ വീഡിയോ റെഡിയാക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. വീഡിയോ എടുത്ത് വെക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ചെറിയൊരു വിശേഷമൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വാലൻറ്റൈൻസ് കിട്ടിയ നമുക്ക് ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു, അതുപോലെ തന്നെ ചായക്കുള്ള വെള്ളം വെച്ചു, പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് പാൽ കൊടുത്തു, വിളക്ക് വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ കുക്കിങ്ങിന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം കുക്കിങ്ങൊക്കെ ചെയ്യണേ. നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെ എണീച്ച് പണികൾ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒന്ന് ഫ്രീ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊന്ന് നേരത്തെ പണികളൊക്കെ തീർക്കേണ്ട ദിവസവും കൂടിയാണ് കേട്ടോ. കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ്. അങ്ങനെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ പുറത്ത് പോകാൻ നോക്കുമ്പോൾ വെളിച്ചം വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ മിറ്റമൊക്കെ അടിക്കണം. മിറ്റമൊക്കെ ഞാൻ അടിച്ചു കേട്ടോ, വെള്ളം ഒഴിക്കാൻ മറന്നു പോയതാണ്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ചായ കുടിച്ചിട്ട് നമുക്ക് വേഗം തന്നെ നമ്മുടെ ജോലികളൊക്കെ തീർക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റവലിക്കുട്ടി പാലൊക്കെ കുടിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. സോണ്ട് പിന്നെ പുറത്തുണ്ട്. അങ്ങനെ നമ്മൾ ചായയൊക്കെ ആറ്റി വേഗം തന്നെ ചായ കുടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇത് വിസിലടിച്ച് വരുന്ന നേരം കൊണ്ട് തന്നെ ഇതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ ഉള്ളി, വലിയ ഉള്ളി, ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വയ്യാവണ്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ കയറി ഇരുന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ ഒരു സുഖമാണല്ലോ. എന്താ പറയുക, രാവിലെ എണീറ്റ് വൈകുന്നേരം വരെ ഓരോരോ ജോലികൾ കാരണം നമുക്ക് ഇരിക്കാൻ അങ്ങനെ കൂടില്ല അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം ഇതുപോലൊക്കെ ഇരുന്ന് ജോലി ചെയ്യാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ നമ്മൾ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് ഇഞ്ചി ചേർത്ത് കൊടുത്ത് നമ്മുടെ വലിയ ഉള്ളി കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മുടെ എന്താ പറയുക മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഒരു 1/2 സ്പൂൺ മതി. മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കുറച്ച്, അതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി നന്നായി തന്നെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ. അത് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ ഉടഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ തക്കാളി നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചതാണ്, വേവിച്ചിട്ടില്ല കേട്ടോ. അത് ഈ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഞാനതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ വേവിച്ച ഗ്രീൻ പീസ് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മസാല കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ ആരെങ്കിലും പുതുതായി കാണുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് കണ്ടോട്ടേ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിളായിട്ട് ഈ റെസിപ്പി കാണിക്കുന്നത്. അങ്ങനെ അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ചെറിയ ഇതിൽ ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കടയിലേക്ക് മസാല എല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മളിത് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ മസാല കറിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അതെല്ലാം കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, ഡ്രൈ ആവാതിരിക്കാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയാലും അത്ര നന്നായിരിക്കില്ല. അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ മത്തൻ എലിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലപോലെ തേങ്ങയൊക്കെ എന്താ പറയുക മൂപ്പിച്ച് നമ്മുടെ എലിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മസാല കറി അടുപ്പിൽ നിന്ന് റെഡിയാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പപ്പടം കൂടെ കാച്ചിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ പപ്പടത്തിനുള്ള പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ പപ്പടം കൂടെ കാച്ചിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രാവിലത്തെ നമ്മുടെ കുക്കിംഗ് ജോലികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ശേഷം നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, 1 അല്ല 2 ഡേ ആണ് നമുക്ക്. അപ്പോൾ നമ്മളൊരു ഇലയൊക്കെ ഇട്ട് വിളക്കൊക്കെ കൊളുത്തി നമ്മൾ അതിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള
ഭക്ഷണമൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മസാല കറി വിളമ്പി കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചോറ്, എലിശ്ശേരി, പപ്പടം ഒക്കെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സംഭവങ്ങളൊന്നും നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്ഷയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. പായസമൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെയാണ് നമ്മൾ പിറന്നാൾ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ അതെല്ലാം വിളമ്പി വെച്ച് വിളക്കിന് മുമ്പിൽ നമ്മുടെ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് കഴിക്കാനുള്ള വിളമ്പി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആളൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തു കൊടുത്തിട്ടുള്ള ഡ്രസ്സ്. അതെല്ലാം റെഡിയായി വന്നു. പിന്നെ അവൾ അറിയാണ്ട് തന്നെ ഞങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട വള കേട്ടോ. 2 ദിവസം മുമ്പ് കടയ്ക്ക് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ വാങ്ങി കൊടുത്തില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം ബർത്ത്ഡേ വന്നപ്പോൾ വേഗം തന്നെ വാങ്ങിയതാണ്. ഇപ്രാവശ്യം പിറന്നാളിന് എന്താ വാങ്ങി കൊടുക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ബാഗ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാഗ് വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ ഈ വള ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവൾ അറിയാണ്ട് വാങ്ങി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. സ്വർണ്ണമൊന്നുമല്ല കേട്ടോ, നമ്മൾ എന്താ പറയുക, ഫാൻസി ഐറ്റമാണ്. അപ്പോൾ ഫാൻസി ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ അതൊക്കെ ഇട്ടതിന് ശേഷം ഭക്ഷണം, പിന്നെ അശുവിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവനും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ പിറന്നാൾ സദ്യയൊക്കെ സിമ്പിളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നമ്മൾക്ക് വാലൻറ്റൈൻസ് ഡേക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അത് ഗിഫ്റ്റ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുന്നത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ട സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു കയ്യിലാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാലൻറ്റൈൻസ് ഡേക്ക് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സർപ്രൈസായിട്ട് തന്നെയാണ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ ചായപാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. ചായപാത്രം ഇല്ലാണ്ട് നമുക്ക് കുറേ ആയി കേട്ടോ. കുഞ്ഞൊരു പാത്രമാണ് ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ചായ വെച്ച് കഴിഞ്ഞാൽ തന്നെ അടുക്കി പിടിക്കുക. അപ്പോൾ പിന്നെ ഞാൻ കുറേ ചായപാത്രം വാങ്ങണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വാലൻറ്റൈൻസ് ഗിഫ്റ്റായിട്ട് കിട്ടിയത് ഒരു ചായപാത്രവും ഒരു കയ്യിലുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു കയ്യിൽ വാങ്ങണമെന്നും അതുപോലെ തന്നെ നല്ലൊരു പാത്രം വാങ്ങണമെന്നും വിചാരിച്ചിട്ട് കുറേ ആയിട്ടാ. അപ്പോൾ നല്ല കനമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചായപാത്രത്തിന്. അതുപോലെ തന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ 1.5 ലിറ്റർ പാല് വരെ സുഖമായിട്ട് ഇതിൽ കാച്ചിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങുമ്പോൾ കുറച്ച് വലുത് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കറണ്ട് അടുപ്പിലൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ നമ്മുടെ പാത്രം. അതുകൊണ്ട് തന്നെ നല്ല കനമുള്ളത് കൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് അടിപ്പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വാങ്ങി കൊണ്ടുവന്നു. അതിന് ശേഷം നല്ലപോലെ തന്നെ കഴുകി പിന്നെ അതിലേക്ക് നമ്മൾ പാല് കാച്ചാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള വാലൻറ്റൈൻസ് ഗിഫ്റ്റ് ഇപ്രാവശ്യത്തെ ഇതാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുക കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് അവർക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്ന് നോക്കിയിട്ട് വേണ്ടേ വാങ്ങിക്കൊടുക്കാൻ അല്ലേ. അപ്പോൾ ഞാൻ കുറേ ആയിട്ടോ ചായപാത്രം വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് പാലക്കാട് കൂട്ടിയിട്ട് പോയിട്ട് വാങ്ങിത്തരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. അപ്പോൾ ഗിഫ്റ്റ് ചായപാത്രമാണെങ്കിലും ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്താ പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാണ്ട് ഒരു ഗിഫ്റ്റ് കിട്ടുക പറയുമ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളൊരു സാധനം, അതുപോലെ പാത്രം, നമുക്ക് അടുക്കളയ്ക്ക് വേണ്ട പാത്രങ്ങളൊക്കെ ഗിഫ്റ്റായി കിട്ടുക പറയുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ അതിൽ കൂടെ ഫ്രീ കിട്ടുന്ന ഡബ്ബ കൂടെ നമുക്ക് ഭയങ്കര സന്തോഷമാകും. പിന്നെ ഇപ്പോൾ ഈ ചായപാത്രം വാങ്ങി തരിക പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലേ. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഇതെന്താ ഇതൊക്കെ ഒരു ഗിഫ്റ്റാണോ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എനിക്ക് കൂടുതൽ സന്തോഷം നമ്മുടെ കയ്യിൽ കിട്ടിയതിലായിരുന്നു. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.